മുതുപിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ഐതിഹ്യങ്ങളിലൂടെ കുരുക്ഷേത്ര യുദ്ധകാലത്തോളം പഴക്കമുള്ളതാണ് ക്ഷേത്രത്തിന്റെ ചരിത്രം. ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് പുരാതനകാലം മുതലേ നാട്ടിൽ പ്രചരിച്ചിരിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. ദക്ഷിണാപഥത്തിലെ പ്രമുഖ രാജവംശമായിരുന്ന ചേരവംശം. ചേരവംശത്തിലെ ഉദയൻ ചേരൻ എന്ന രാജാവിന്റെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ക്ഷേത്രം നിൽക്കുന്ന പ്രദേശം. പ്രബലനും സമ്പന്നനുമായിരുന്ന ചേരരാജ്യാധിപൻ പാണ്ഡവരുടെ ഉറ്റസുഹൃത്തായിരുന്നു. കുരുക്ഷേത്ര യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടതിനുശേഷം സഹായാഭ്യർത്ഥനയുമായി പാണ്ഡവരുടെ ദൂതൻ ഉദയരാജാവിന്റെ സമീപമെത്തി. തന്റെ സമ്പത്തും സൈന്യവും പാണ്ഡവർക്ക് അധീനമായിരിക്കുമെന്നും കഴിയുന്ന എല്ലാ സഹായവും യുദ്ധവിജയത്തിനായി നൽകുന്നതാണെന്നും ചേരരാജാവ് ഉറപ്പു നൽകി. സൈന്യസമേതം പാണ്ഡവ സഹായാർത്ഥം കുരുക്ഷേത്ര ഭൂമിയിലെത്തിയ ഉദയരാജാവിന് പാണ്ഡവ സൈന്യത്തിന് 18 ദിവസം ഭക്ഷണം നൽകുന്ന ചുമതല കൂടി നൽകപ്പെട്ടു. ഏൽപ്പിക്കപ്പെട്ട എല്ലാ ജോലികളും തികഞ്ഞ കാര്യക്ഷമതയോടുകൂടി നിർവഹിച്ച ചേരരാജാവിനോട് പാണ്ഡവർക്ക് അങ്ങേയറ്റം ആദരവ് തോന്നി. യുദ്ധാനന്തരം യുധിഷ്ഠിരൻ മഹാരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതിനുശേഷം ഉദയരാജാവ് സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങി. രാജ്യകാര്യങ്ങളെല്ലാം ക്രമത്തിലാക്കിയ ശേഷം ഉപകാരസ്മരണയുമായി ചേരരാജ്യം സന്ദർശിച്ച പാണ്ഡവർക്ക് രാജാവ് ഉചിതമായ ആതിഥ്യം നൽകി. പല ഗ്രാമങ്ങളിലും അവർ മാറി മാറി താമസിച്ചു. മടങ്ങിപ്പോകവെ മധ്യമപാണ്ഡവനായ അർജുനൻ 4 വിഷ്ണുവിഗ്രഹങ്ങൾ ചേരരാജാവിന് സമ്മാനിച്ചു. തന്റെ രാജ്യത്തിനുള്ളിലെ 4 ദിവ്യസ്ഥാനങ്ങളിൽ ഈ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുവാൻ ഉദയരാജാവ് നാട്ടുകൂട്ടുമിട്ടു. അതിലൊരു വിഗ്രഹമല്ലേ മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിസ്തേജനും ഇതികൃത്യവിതാമോടനുമായി തീർന്ന അർജുനന് ഭഗവാൻ തത്വോപദേശങ്ങൾ നൽകി കർമ്മോന്മുഖനും തേജസ്വിയുമാക്കി തീർത്തു. അനന്തരം ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കണമെന്ന് ആഗ്രഹിച്ച അർജുനന്റെ നിരന്തരമായ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ തന്റെ വിശ്വരൂപം അർജുനന് കാട്ടിക്കൊടുത്തു. ഭഗവാന്റെ അദൃഷ്ടപൂർവമായ വിശ്വരൂപം കണ്ട് സംപ്രീതനും വിദിതനുമായിത്തീർന്ന പാർത്ഥനെ ആശ്വസിപ്പിക്കുന്നതിനും സ്ഥിരചിത്തനാക്കുന്നതിനും വേണ്ടി അദ്ദേഹത്തിന്റെ തന്നെ പ്രാർത്ഥനയനുസരിച്ച് ചതുർബാഹുവായി സൗമ്യമായ രൂപം കൈവരിച്ചു. അങ്ങനെ അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കരുണാമയനായ രസുന്ദരനായ പാർത്ഥസാരഥിയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. രാജാവിന്റെ പ്രത്യേക താൽപര്യപ്രകാരം തെക്കേമലബാറിലെ പ്രസിദ്ധമായ ഓമൻപള്ളി മനക്കാർക്കാർക്ക് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥയും ഭരണച്ചുമതലയും ഏൽപ്പിച്ചു നൽകുകയും മനത്തിലെ വേദജ്ഞരും തന്ത്രവിദ്യാപാരംഗതരുമായ ബ്രാഹ്മണ ശ്രേഷ്ഠർ ക്ഷേത്രത്തിന്റെ ദൈനംദിന പൂജാകർമ്മങ്ങളും വിശിഷ്ടദിനങ്ങളിലെ പ്രത്യേക കർമ്മങ്ങളും ചിട്ടപ്പെടുത്തുകയും ചെയ്യും. കാലാന്തരത്തിൽ ക്ഷേത്രം ജീർണിക്കുകയും നിത്യപൂജകളില്ലാതെ വിസ്മൃതിയിലാവുകയും വർഷശതങ്ങൾ പിന്നിട്ടപ്പോൾ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും കാടായി മാറുകയും ചെയ്തു. കാട് പിടിച്ചുകിടന്ന ക്ഷേത്രസങ്കേതത്തിൽ പുല്ലറുക്കുന്നതിനായി പള്ളത്തുശ്ശേരിൽ കുടുംബാംഗമായ സിദ്ധനർ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ പ്രവേശിക്കുകയും അരിവാളിന് മൂർച്ചകൂട്ടാനായി അടുത്തുകിടന്ന വിഗ്രഹം കരിങ്കല്ലെന്ന് തെറ്റിദ്ധരിച്ച് വിഗ്രഹത്തിൽ അരിവാൾ തേക്കുകയും ചെയ്തു. പെട്ടെന്ന് അരിവാൾ തേച്ച ഭാഗത്തുനിന്നും ചോര പൊടിഞ്ഞു. ഭയചകിതയായിത്തീർന്ന സ്ത്രീ ബോധരഹിതയായി നിലംപതിച്ചു. ബോധം തെളിഞ്ഞപ്പോൾ നിലവിളിച്ച് നാട്ടുകാരെ വിവരം ധരിപ്പിക്കുകയും നാട്ടുകാർ ഒത്തുകൂടുകയും ചെയ്തു. അങ്ങനെ അവിടെ കൂടിയവർ വിഗ്രഹത്തിന്റെ മുതുകിലെ പാട് കണ്ട് മുതുകിലാ പാട് എന്ന് ഭീതിയോടുകൂടി ശബ്ദിക്കുകയും കാലാന്തരത്തിൽ അത് ലോപിച്ച് മുതുപിലാക്കാട് എന്ന സ്ഥലനാമമായി തീരുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അന്നത്തെ പ്രബലവും സമ്പന്നവും